ശ്രീ ആർ വി ബാബു, ഇതാണ് പ്രശ്നം. ദേശീയത പറയുമ്പോൾ അവിടെ കാവ്യവൽക്കരണം വരികയാണ്. ഈ ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ അത് മതേതരത്വമാണ്, അത് ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന മറുവാദം ഉയർത്തുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് വളരെ പ്രകടമാണ്. തികഞ്ഞ കാപട്യമല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സതീഷിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും. തികഞ്ഞ കാപട്യമല്ലേ? എന്തർത്ഥമാണുള്ളത്? അദ്ദേഹം പറയുന്നത് ഇത് പൊതുയോഗമാണെന്നാണ്. ആണോ? ഒരു വന്ദേ ഭാരത് തുടങ്ങി ഒരു ഉദ്ഘാടന പൊതുപരിപാടിയല്ലേ? പരിപാടി, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടന യാത്ര നടക്കുന്നു. അതൊരു പൊതുപരിപാടി ഒന്നുമല്ല, അത് പൊതുപരിപാടിയായിരുന്നോ? വന്ദേ ഭാരതത്തിന്റെ പൊതുപരിപാടിയില് ആ കുട്ടികളെ പഠിപ്പിച്ചല്ലേ? അതല്ലേ റെയിൽവേ നിങ്ങൾ ഈ ചുമ്മാ പറയുന്നത്. അധ്യക്ഷനാരായിരുന്നു സതീഷ് വസന്തെ. പൊതുപരിപാടിയുടെ അധ്യക്ഷനാരായിരുന്നു. അവിടെ ആരായിരുന്നു സ്പീക്കർ? ഒന്ന് പറഞ്ഞേ, അത് ആരായിരുന്നു? ആ പൊതുപരിപാടിയുടെ അധ്യക്ഷനാരായിരുന്നു? സ്പീക്കർ ആരായിരുന്നു? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ആളുകളെ മുഴുവൻ പൊട്ടന്മാരാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ആ കുട്ടികൾ ആദ്യം പാടിയത് എന്തായിരുന്നു? ആ കുട്ടികൾ ആദ്യം പാടിയത് വന്ദേമാതരാ. അതിനുശേഷം രണ്ടാമതൊരു പാട്ട് പാടാൻ ആ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അപ്പോഴവർക്ക് അറിയാവുന്ന ഈ പാട്ട് പാടി എല്ലാവർക്കും ചേർന്ന് പറഞ്ഞു. അതൊരു മതത്തിന്റെ പാട്ടല്ല, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അവിടെ പാടാനും നിങ്ങൾക്ക് എതിർപ്പുണ്ടാകുമായിരുന്നില്ല ഏത് പാട്ട് പാടിയായിരുന്നെങ്കിൽ. കഞ്ചാവും സ്ത്രീ പീഡനവും നിത്യ തൊഴിലാക്കിയ വേടന്റെ പാട്ട് അതിൽ പാടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുമായിരുന്നില്ല. നിങ്ങൾക്ക് അവിടെ പുഷ്പനെ അറിയാമോ എന്നുള്ള ആ വൃത്തികെട്ട പാട്ട് പാടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. സ്വന്തം രാജ്യത്തെ പോഴ്ത്തിക്കൊണ്ടുള്ള പാട്ട്, സ്വന്തം രാജ്യത്തെ വണങ്ങിക്കൊണ്ടുള്ള പാട്ട് പാടുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെന്നേ. കാരണം നിങ്ങൾ എല്ലാ കാലത്തും ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. 16ഉം 17ഉം കഷ്ണങ്ങളായിട്ട് ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കണം എന്ന് പ്രചരിപ്പിച്ച ആൾക്കാരാണ്. ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. നേരത്തെ ഞാൻ ONVയുടെ പാട്ടിന് പറഞ്ഞില്ലേ, ആ ONV പാട്ട് എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ നിലകൊണ്ട സന്ദർഭത്തിലാണ്. നിങ്ങളുടെ നേതാക്കന്മാര് മുഴുവൻ നെഹ്റു അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എന്തായിരുന്നു അറിയാം? നിങ്ങൾ ചൈനയുടെ ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടാണ്, ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പാർട്ടിയെ നിരോധിക്കുകയും നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്തത്. അപ്പൊ ഇതെല്ലാം ചരിത്രമാണെന്നേ. നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തിന്റെ സങ്കല്പങ്ങളെ, രാഷ്ട്രത്തിന്റെ ഗീതങ്ങളെ, രാഷ്ട്രത്തിന്റെ വികാരത്തെ ഒരു കാലത്തും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞാൻ ഇനി ചോദിക്കട്ടെ, ഇത് ട്രെയിനിലെ സംഭവം എന്തിനാണ് ഞങ്ങൾ ഈ വെള്ളിയാഴ്ചകളിൽ ഞങ്ങളുടെ കുട്ടികൾ 2 മണിക്കൂർ സഹിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഈ വെള്ളിയാഴ്ചകളിലെ സ്കൂളുകളിൽ ഞങ്ങളുടെ കുട്ടി, ഞാനടക്കം ഈ ഇരിക്കുന്ന എല്ലാവരും 9:30 മണിക്ക് സ്കൂളിലെത്തണം, 4:30 മണി വരെ സ്കൂളിൽ ഇരിക്കണം. എന്തിനാണെന്നേ? ഒരു മതവിഭാഗത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. എന്താ, ഞാനും നിങ്ങളും ഒക്കെ നികുതി കൊടുത്തതല്ലേ? വെള്ളിയാഴ്ചകളിൽ എന്താ മാത്രം ഒരു മതവിഭാഗത്തിന് മാത്രം വേണ്ടി 2 മണിക്കൂർ ലിഷർ ടൈം സ്കൂളുകളിൽ കൊടുക്കുന്നേ? ഞാൻ അതിനു വേണ്ടി ഞാൻ എന്റെ വീട്ടുകാര്, എന്റെ അച്ഛൻ, അമ്മ അവരൊക്കെ വെളുപ്പിന് എഴുതേക്കണം. കാരണം അന്ന് എനിക്ക് 9:30 പോകണം. ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നത് 5:30 മണിക്ക്. കാരണം അന്ന് 4:30 വരെ സ്കൂളിൽ ഞാൻ ഇരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ന്യായം പറയുന്നോ? 10 കുട്ടികൾ വന്ദേ ഭാരതിൽ ദേശഭക്തി ഗാനം പാടിയത്. വി.ഡി. സതീശൻ പറഞ്ഞു RSSന്റെ ഗീതം ദേശഭക്തി ഗാനമല്ല. വി.ഡി. സതീശന്റെ സർട്ടിഫിക്കറ്റ് വേണോ ഒരു ദേശഭക്തി ഗാനത്തിന്? ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ദേശഭക്തി ഗാനത്തിന്? ദേശഭക്തി ഗാനത്തിന്? നെഹ്റു കുടുംബത്തെ വാഴ്ത്തുന്ന പാട്ട് മാത്രമാണോ ദേശഭക്തി ഗാനം? നെഹ്റു കുടുംബത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ മാത്രമാണോ ദേശഭക്തി ഗാനം? ആരാണ് ദേശഭക്തി ഗാനത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? വി.ഡി. സതീശൻ ആരാണ് ദേശഭക്തി ഗാനത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. 1000 വട്ടം ഇത് ഇനിയും പാടും. ഇത് DK ശിവകുമാർ കർണാടക നിയമസഭയിൽ പാടി ഗണഗീതമല്ല, സാക്ഷാൽ RSSന്റെ പ്രാർത്ഥന തന്നെ പാടി. നമസ്തേ അത് RSSന്റെ നിത്യ പ്രാർത്ഥനയാണ്. അത് ഹിന്ദുരാഷ്ട്രം എന്ന് കൃത്യമായി പറയുന്ന പ്രാർത്ഥനയാണ്. ഇത് ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പാടിയത് ശിവകുമാറാ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ അതിന്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ, അതിന്റെ ബാക്കിയുള്ളത് നോക്കാതെ സ്വീകരിക്കാവുന്ന ആളുകൾ സ്വീകരിച്ചിട്ട് അത് പാടും. അത് ജനങ്ങളുടെ പാട്ടായിട്ട് മാറും. അതിനെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ
എതിർക്കുന്നത് എന്ന് വെച്ചാൽ ആകെ ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഈ രാഷ്ട്രത്തെ വന്ദിക്കുന്ന പാട്ടാണ്, ഈ നാടിനെ പ്രേമിക്കുന്നവരുടെ പാട്ടാണ്, രാഷ്ട്രഭക്തിയുള്ള പാട്ടാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ കഴിഞ്ഞ ഗുരുപൂജ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഗുരുവിനെ വന്ദിക്കുന്ന ആ കാര്യം വന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം പ്രചരണം നടത്തി. ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിനെതിരെ നടപടി എടുക്കും. ഒന്ന് എടുത്തു കാണിക്കണം.